ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. തുടർച്ചയായി ഇന്നും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള കാരണം ഇത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡായി. ഇന്ന് ഉച്ചയ്ക്ക് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇനി അതിൻ്റെ ഫർദർ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ചെയ്യാനുണ്ട്. എനിക്കത് കൃത്യമായി അറിയത്തൊന്നുമില്ല. അതൊക്കെ നോക്കണം, നോക്കിക്കണ്ട് അതെല്ലാം ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ 3 വർഷമായി, ഏകദേശം 3 വർഷമായി ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ മോണിറ്റൈസ് ആയിട്ടില്ലായിരുന്നു. ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കടമ്പ ഒന്ന് കടന്നു കിട്ടിയത് ഇപ്പോഴാണ്. റീസെൻ്റ്ലി ഉള്ള ഒരു മാസത്തെ വീഡിയോസിനാണ് എനിക്ക് എറൗണ്ട് 2000-ന് മുകളിൽ വാച്ച് അവർ കിട്ടിയത്. അപ്പോൾ അങ്ങനെ എന്തായാലും മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷേ എനിക്കത് കിടന്ന് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. കാരണം പനിയും ജലദോഷമായിട്ട് ഇരിക്കുകയാണ്. ഇന്നലെ രാത്രി തൊട്ടിട്ട് നല്ല പനിയും ചെറിയ ബോഡി പെയിനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടൊക്കെ വന്നതേ ഉള്ളൂ. വരുമ്പോഴും ഒക്കെ ഞാൻ ഫോണിനകത്ത് എപ്പോഴും ഈ YT സ്റ്റുഡിയോ, നമ്മുടെ യൂട്യൂബിൻ്റെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യും. ഞാനിങ്ങനെ നോക്കും മോണിറ്റൈസേഷൻ ആയോ. കാരണം ഇന്നലെ 3680 മണിക്കൂർ വാച്ച് അവർ ആയി എന്ന് പറഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏകദേശം അറിയായിരുന്നു ഒരു വീഡിയോയുടെ വ്യൂവും അതിൻ്റെ വാച്ച് ടൈമും നമുക്കിത് അറിയാൻ പറ്റുന്നുണ്ട്. അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഓക്കെ ഈ ഒരു വീഡിയോയും കൂടെ അതിൻ്റെ ഒരു കണക്കും കൂടെ അവരെടുക്കുമ്പോൾ നമ്മൾ മോണിറ്റൈസ്ഡ് ആവുമെന്നുള്ള എനിക്കറിയായിരുന്നു. പക്ഷേ അത് ഇന്ന് ഉച്ചയ്ക്ക് കൃത്യമായിട്ടായിട്ടുണ്ടായിരുന്നു. ഞാനത് വീട്ടിൽ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. നിങ്ങളോട് ഞാനത് കൃത്യമായി പറഞ്ഞിട്ടില്ല, കാരണം എനിക്കിതിനെക്കുറിച്ച് അറിയില്ല ഇതാവുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇന്ന് ഇപ്പോൾ അത് മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം കുറേ കാലമായിട്ട് ഞാനിത് വീഡിയോ ചെയ്യുന്നുണ്ട്. 3 വർഷം ഒരു മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് ചിലവാക്കിയ ഒരാളാണ് ഞാൻ. എന്താ പറയുക, ഞാനത് കാണിച്ചു തരാം. ഇപ്പോൾ ഇന്ന് വരെ ഉള്ള ഇതിൽ ഞാൻ എൻ്റെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരുന്നു കാണുന്നത്. ഇപ്പോൾ ഈ കാണുന്നതിലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതേ കണ്ടില്ലേ, ഓരോ വീഡിയോയുടെയും സൈഡിൽ ഒരു ഡോളറിൻ്റെ ചിഹ്നം വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, ഈ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. ആ ഡോളറിൻ്റെ ചിഹ്നം വന്നിട്ടുണ്ട്. അതേപോലെ ലോക്കായി അല്ലേ, ഡോളറിൻ്റെ ചിഹ്നം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏൺ എന്ന് പറയുന്ന സ്ഥലം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഏൺ എന്ന് പറയുന്ന പേജ് എടുത്തു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്. നേരത്തെ എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്താൽ ഇവിടെ ഇങ്ങനെ ഇത്ര മണിക്കൂർ കൂടെ വാച്ച് അവർ വേണം നിങ്ങളുടെ മോണിറ്റൈസേഷൻ ആവാൻ എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഇപ്പോൾ ഇത് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതേ വാച്ച് പേജ് ആഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി ഇതിനകത്ത് എന്തൊക്കെ ചെയ്യണം അത് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എന്തായാലും അത് നോക്കിയൊക്കെ കൃത്യമായിട്ട് ചെയ്യണം. ഇപ്പോൾ ഇത് നമ്മൾ കണ്ടൻറ്റ് എടുത്ത് കണ്ടോ, എല്ലാ കണ്ടൻറ്റിൻ്റെ സൈഡിൽ ഒരു പച്ച കളറിലൊരു ഡോളറിൻ്റെ ചിഹ്നം കിടക്കുന്നുണ്ടോ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ കിടക്കുന്നുണ്ട്. അതുപോലെ ആ ഒരു എൻ്റെ മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ ആയിട്ടുള്ള ഒരു വാച്ച് അവർ അങ്ങനെ എന്തായാലും കംപ്ലീറ്റ് ആയി. ഒരുപാട് സന്തോഷം. അതുപോലെ ഈ അടുത്തിടയ്ക്ക് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിനും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ലതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും. അത് ഒരാളെന്നല്ല, 90-95% എൻ്റെ വീഡിയോ കാണുന്നവരും നല്ലപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് എന്നെ മനീഷ് എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ കഴക്കൂട്ടം, തിരുവനന്തപുരം ഇൻഫോസിസിൽ വർക്ക് ചെയ്യുന്നതാണ്. പുള്ളി വിളിച്ചിരുന്നു. പുള്ളി ഓക്കെ, ഞങ്ങൾ പേഴ്സണലി കുറേ നേരം സംസാരിച്ചു ഓരോ കാര്യങ്ങൾ. അപ്പോൾ വളരെ സപ്പോർട്ടീവായിട്ടാണ് എന്നോട് സംസാരിച്ചത്. പുള്ളി വിളിക്കുമ്പോഴാണ് ഞാൻ ഈ മോണിറ്റൈസേഷൻ ആയി എന്നുള്ളത് കണ്ടിട്ട് ഇങ്ങനെ ഇരുന്ന സമയത്താണ് പുള്ളി വിളിക്കുന്നത്. അങ്ങനെ ഞാൻ പുള്ളിയോടും അത് പറഞ്ഞു. പുള്ളിയും വളരെ സന്തോഷമാണ്. പുള്ളിയും ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് പുള്ളിക്ക് അത് കേട്ടപ്പോൾ. അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് എനിക്ക് കൂടുതലും എൻ്റെ ഈ ചാനലിലെ വീഡിയോ കാണുന്നവർ. എനിക്ക് അതിലേറെ സന്തോഷമുണ്ട് അങ്ങനെയുള്ളവർ കാണുന്നത് കൊണ്ട് തന്നെ. പിന്നെ എന്താ പറയേണ്ടതെന്നൊന്നും പ്രീ പ്ലാൻ ചെയ്തിട്ടല്ല ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹവും ഒരുപാട് നന്ദി നിങ്ങളോടുണ്ട് എല്ലാവരും ഈ ഒരു വീഡിയോ ഒക്കെ കാണുന്നതിൽ. പിന്നെ ഇനി അങ്ങോട്ട് നമുക്ക് എനിക്ക് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് എപ്പോഴും ട്രാവൽ വീഡിയോ ചെയ്യുന്നതായിരുന്നു. പക്ഷേ അത് ഞാൻ അത്ര കാര്യമായി അല്ല ശ്രദ്ധിച്ചിരുന്ന ആദ്യമൊന്നും. അതുകൊണ്ടൊക്കെ ആയിരിക്കാം അങ്ങനെ വ്യൂസും കാര്യമൊന്നും ഇല്ലാഞ്ഞ്. കാര്യമായി മീൻസ് അതെങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു ഗ്രാഹ്യമില്ലാതെ ചെയ്തതുകൊണ്ടൊക്കെ ആയിരിക്കാൻ പറ്റിപ്പോയത്.
പിന്നെ ഇപ്പോഴും ഞാൻ ആ വണ്ടിയുമായിട്ടുള്ള ട്രാവൽ ചെയ്യുന്ന വീഡിയോസാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് നിങ്ങൾ ഒരുപാട് പേര് കണ്ട് സപ്പോർട്ട് ചെയ്തു, അതിലൊരുപാട് സന്തോഷം, അതിൻ്റെ നന്ദി ഞാൻ പറയുന്നു. പിന്നെ ഇനി അങ്ങോട്ട് എനിക്ക് ആ വണ്ടി ഞാൻ കൊടുത്തു, അത് നിങ്ങളെല്ലാവരും അറിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് കുറേയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നെഗറ്റീവ് നമുക്കിനി വേണ്ട, പോസിറ്റീവിലേക്ക് കടക്കാം അല്ലേ. ഇന്നൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ നടന്നത്. അപ്പോൾ ഇനി നമുക്ക് അങ്ങനെ ചിന്തിക്കാം. കുറച്ചൊക്കെ ഒന്ന് ഞെരുക്കമൊക്കെ ഞാൻ അനുഭവിച്ചാലും അത് നിങ്ങളറിയണ്ട. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ ഈ ഒരു പനിയും ബോഡി പെയിനും ഒക്കെ നിൽക്കുന്നു, അതൊന്ന് മാറിക്കോട്ടെ. എൻ്റെ മുഖത്ത് നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലായിരിക്കാം, കാരണം ആ സന്തോഷം കൊണ്ടാണ്. പക്ഷേ എനിക്ക് തീരെ വയ്യാതിരിക്കുകയാണ്. ആൻഡ് അതൊന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ട്രാവൽ എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ നമ്മുടെ കയ്യിൽ വാഹനങ്ങളും കാര്യങ്ങളും ഒന്നും അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ബസ്സിനും അങ്ങനെ കാര്യങ്ങളും അത് ഞാൻ ചെയ്യുന്നതും ആ ഒരു വീഡിയോ ആദ്യം വരുമ്പോഴും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നോ, അതിൽ ഞാൻ എന്താണ് മാറ്റം വരുത്തേണ്ടത്, എന്താണ് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്താണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയണം. ഞാൻ എൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. ആ രീതിയിൽ നല്ല പോലെ ഒരു ബോറടിപ്പിക്കാതെ നിങ്ങൾക്കൊരു 10-20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് കാണുക. അത് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം ലഭിക്കുക, കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു സന്തോഷം. അത് ഇമോഷൻ ആണെങ്കിൽ ഇമോഷൻ കേട്ടോ, വിഷമവും സന്തോഷവും എല്ലാം നിറഞ്ഞതാണല്ലോ ജീവിതം, അല്ലാണ്ട് സന്തോഷം മാത്രമൊന്നുമല്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ, അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ എന്തായാലും ഞാൻ അതിന് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ഈ ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ പുറത്തേക്ക് പോയി അത് ആ ഫസ്റ്റ് വീഡിയോ ഏതാണെന്നുള്ളതൊന്ന് ഞാനൊന്ന് ആലോചിച്ച് എല്ലാം സെറ്റാക്കിയിട്ട് ആ ഒരു വീഡിയോ ഞാൻ ചെയ്തിടും. നിങ്ങളത് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായി ഒന്ന് പറയണം. ഞാനിത് തന്നെ കണ്ടിന്യൂ ചെയ്യട്ടോ, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമോ, നിങ്ങൾക്കത് കാണുന്നുണ്ട് ബോറടിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് പറയണം. അപ്പോൾ ഇതുവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തതുപോലെ ഇതിനേക്കാളും എനിക്ക് വരുന്ന സത്യം പറഞ്ഞാൽ കമൻറ്റിൽ ലൈക്കൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. വ്യൂസ് അനുസരിച്ച് അതിന് കിട്ടേണ്ടതിനേക്കാൾ കൂടുതലായിട്ടാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നല്ല റെസ്പോണ്ടാണ് എല്ലാവരും തരുന്നത്. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും എനിക്ക് പരാതിയൊന്നുമില്ല. മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്, എൻ്റെ തെറ്റുകൾ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും ഇഷ്യൂസൊന്നുമില്ല. ഓക്കെ, ഫർദർ എനിവേ നമ്മൾ ഇനി അങ്ങോട്ട് നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ ഞാൻ ശ്രമിക്കും. നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇന്ന് ഈ ഒരു മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട്. പാർട്ടി നടത്താൻ ചെമ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അതൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൂടെ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ദെൻ വേറെന്താ, അപ്പോൾ എല്ലാം സന്തോഷമായിട്ട് പോകുന്നു. ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസം. ഹാപ്പി. അപ്പോൾ ഇനി എൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും എനിക്കത് വലിയ വശമില്ല. നമുക്ക് ഒന്നുകിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഞാൻ ചെയ്യും, അല്ലെങ്കിൽ ആരെങ്കിലും ഈ യൂട്യൂബിൽ പലരും ഇങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ, അവരാരെങ്കിലും കോൺടാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കോൺടാക്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. അതൊക്കെ ക്ലിയർ ചെയ്യണം. അതൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന്. തുടർച്ചയായിട്ടുള്ള എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ ഇനി വരുന്ന എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ട് ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവും അല്ലേ? ഉണ്ടാവും, എനിക്കറിയാം. അപ്പോൾ എന്തായാലും ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, സീ യു ആൻഡ് ടേക്ക് കെയർ. ബൈ.